2009 ഇറങ്ങിയ ഹിന്ദി സിനിമയാണ് ഇപ്പ. ആ സിനിമയിൽ പ്രൊജേരി എന്ന് പറഞ്ഞൊരു അസുഖത്തെക്കുറിച്ച് സംസാരിക്കുക. പ്രൊജേരി എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പെട്ടെന്ന് വയസ്സാകുന്നൊരു അസുഖമാണ്. അപ്പോൾ ആരോന്ന് പറഞ്ഞാൽ 12 വയസ്സുള്ളൊരു കുട്ടി, അവന് പ്രൊജേരിയാണ്. അവന് 12 വയസ്സുള്ളെങ്കിലും അവന് ഒരു 80 വയസ്സാൻ്റെ ലുക്കാണ്, 80 വയസ്സാൻ്റെ ശരീരപ്രകൃതിയാണ്. അപ്പോൾ അവരുടെ സ്കൂളിൽ വിഷണറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരാം, അത് എക്സിബിറ്റ് ചെയ്യാം. ആരും ഉണ്ടാക്കുന്നത് ഒരു വൈറ്റ് ഗ്ലോബാണ്, പ്യൂർ വൈറ്റ് ഗ്ലോബ്. അതിന് മാർക്കിടാൻ വരുന്നതിന് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് ഒരു യങ് പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം വന്നിട്ട് സെലക്ട് ചെയ്യുന്നത് ആരും ഉണ്ടാക്കിയ ഈ വൈറ്റ് ഗ്ലോബാണ്. ഇത് പ്രസൻറ്റ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വൈറ്റ് ഗ്ലോബാണ്, ഈ കൺസെപ്റ്റാണ്. കാരണം സാധാരണ ഗ്ലോബുകളിൽ അതിന് പല പല കളറുകളാണ്, അതിന് ഓരോ രാജ്യങ്ങളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിർത്തികൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതിർത്തികളില്ല, നോ മാർക്കിങ്സ്. ഇതാണ് പുതിയ ലോകം എന്ന് പറയുന്നത്. ഇവിടെ മനുഷ്യർ മാത്രമേ ഉള്ളൂ, ഇവിടെ രാജ്യങ്ങളോ മതങ്ങളോ റേസോ ഒന്നുമില്ല. ഇതാണ് വിഷൻ. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഈശോ ഈ ഭൂമിയെ കണ്ടത് ഒരു വൈറ്റ് ഗ്ലോബായിട്ടാണ്. അവിടെ മാർക്കിങ്സ് ഇല്ല, ഇവിടെ രാജ്യങ്ങളില്ല, നാടുകളില്ല, മതങ്ങളില്ല. അങ്ങനെയാണ് ഈശോയുടെ യാത്ര നോക്കിയാൽ ഈശോ ജെറുസലേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈശോ ജെറുസലേമിലേക്ക് പോകുമ്പോൾ ഗലീലയുടെയും സമരയുടെയും ഇടയിലൂടെ സഞ്ചരിച്ചു എന്ന് പറയാം. അപ്പോൾ ഈശോ നടന്നത് അതിർത്തികളിലൂടെയാണ്. ഈ അതിർത്തികൾ താമസിക്കുന്ന ആൾക്കാരാരാ? അവർ ഒഴിവാക്കപ്പെട്ട ആൾക്കാരാണ്. മെയിൻ സ്ട്രീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആൾക്കാരാണ് അതിർത്തിയിലുള്ളത്. അവർ ഇഷ്ടം കൊണ്ട് താമസിക്കുന്നതല്ല, അവർ നിർബന്ധിക്കപ്പെട്ട് അവിടെ താമസിക്കുകയാണ്. ഇനി ഇവർക്ക് ഗോസ്പൽ കൊടുക്കുന്ന പേരെന്താ? 10 കുഷ്ഠരോഗികളെന്ന്. അവരിങ്ങനെ പറയുന്നില്ല 9 യഹൂദരുണ്ടായിരുന്നു, ഒരു സമരിയക്കാരനുണ്ടായിരുന്നു, 5 സമരിയക്കാരുണ്ടായിരുന്നു, 5 ഗലീലക്കാരുണ്ടായിരുന്നു. അങ്ങനെയല്ല അവർ പറയുന്നത്. 10 കുഷ്ഠരോഗികൾ. ഇവിടെ വേർതിരിവില്ല. രോഗത്തിന് മതമില്ല, വർഗമില്ല. പക്ഷെ മതത്തിനും വർഗത്തിനൊക്കെ രോഗമുണ്ട്.